വിമൻ എംപവർമെന്റിന്റെ പേരിൽ നടക്കുന്ന സ്ത്രീക്ക് സുരക്ഷ കൊടുക്കുമെന്നാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പക്ക ഗുണ്ട രീതിയിലുള്ള പെരുമാറ്റമാണ് ശ്വേതാ മേനോൻ നേരിട്ടതെന്ന് അവരെന്നോട് പറഞ്ഞു. സിദ്ദിഖിന്റെ ഇടവേള ബാബുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരെ, അതായത് 6,40,00,000 ഒരു കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അപമാനിച്ചത്. ഒപ്പം അവരൊരു BJP കാരിയാണെന്ന്, അവർ ബേസിക്കലി കോൺഗ്രസ്സുകാരിയാണ്, ആ കോൺഗ്രസ്സുകാരെ BJP കാരിയാക്കി ചിത്രീകരിച്ച് അവരെ ഒരുപാട് ഹരാസ് ചെയ്തു. അവരാണ് BJPക്ക് ആക്ടേഴ്സിനെ എല്ലാം കൊടുത്തതെന്ന് പറഞ്ഞിട്ടാണ് ഇവരവിടെ അപമാനിച്ചത്. അതുപോലെ പുറത്തു വന്ന വാർത്തത് അൻസിബ ഫയലുമായിട്ട് കയറി പട്ടന്ന് പറഞ്ഞ് രാജി വന്നു, തിരിച്ചു വന്നു എന്ന്. ഇതല്ല അവിടെ നടന്ന സംഭവം. അവിടെ സ്ത്രീകൾക്ക് അമ്മ, ഞാൻ പണ്ടും പറയുന്നുണ്ട്, അമ്മ ഒരു അച്ഛനില്ലാത്ത സംഘടനയാണ്. മോഹൻലാൽ പറഞ്ഞിട്ട് പോലും ഇവർ മൈൻഡ് ചെയ്തിട്ടില്ല. ഇവരുടെ തോന്നിയവാസം സ്ത്രീകളെ വളരെ മോശമായിട്ട് ഫിസിക്കലിയും മെന്റലി ഹരാസ് ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് വെടക്ക് കാമവെറിയന്മാർ ഈ അമ്മ സംഘടനയിലുണ്ട്. അവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനം തീരുമാനിക്കണം. കാരണം ഇതുപോലുള്ള ഒരു സ്ത്രീകളെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ധർമ്മമാണോ? എന്നിട്ട് ഇതിവിടെ മുഖ്യമന്ത്രി എന്താണ് മാങ്ങ പറിക്കാതിരിക്കുകയാണോ? മുഖ്യമന്ത്രിക്ക് എന്താ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റാത്തത്? പറയുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാം അദ്ദേഹം പറയുന്നുണ്ട് ചിരിച്ചോണ്ട്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? സ്ത്രീകൾക്ക് യാതൊരുവിധ സുരക്ഷയും ഇവിടെയില്ല. സ്ത്രീയാണ് ശക്തി. സ്ത്രീയെ ബഹുമാനിക്കാത്തടത്തും, സ്ത്രീയുടെ കണ്ണുനീർ വീഴുന്നിടത്തും, സ്ത്രീയെ അപമാനിക്കുന്നിടത്തും ഒരിക്കലും ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും ഉണ്ടാവില്ല. സ്ത്രീയെ അപമാനിച്ചു കഴിഞ്ഞാൽ കാലന്റെ ദൃഷ്ടി അവരിൽ ഉണ്ടാവും. അതായത് ശനിയുടെ ദൃഷ്ടിപതിയും കാലൻ എടുത്തോണ്ട് പോകും. കാരണം കാലനും ശനിയും സിബ്ലിങ്സ് ആണ്. ഇത് ഞാൻ ആത്മീയമായിട്ട് ഒരു ചെറിയൊരു ഇത് പറഞ്ഞാണ്. അത് ഇതിലേക്ക് കൂടുതൽ അതിലോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ആ ശ്വേതാ മേനോന്റെ അവസ്ഥ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അപമാനിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ നാട് മാറരുത്. നല്ല കരുത്തുള്ള നേതാക്കൾ ഇത്തരം സഹോദരിമാർക്ക് പിന്തുണ കൊടുക്കാൻ മുന്നിലുണ്ടാവണം. സിദ്ദിഖിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആ മുട്ടത്തലയൻ സിദ്ദിഖുണ്ടല്ലോ, സിദ്ദിഖ് എന്റെ ഒരു സിസ്റ്ററിന്റെ അടുത്ത് ഒരു ചെറിയ അസ്കിത കാണിച്ചൊരു മെസ്സേജ് അയച്ചു. അവൻ അറിയില്ലായിരുന്നു എന്റെ പെങ്ങളാണെന്ന്. എവിടെയെങ്കിലും വെച്ച് കാണും. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തു. ഈ പറയുന്ന പോലെ കക്കൂസിലെ ഇത് കൃമികളെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ഹാർപ്പിക്ക് തന്നെ ധാരാളം മതി. അതിന്റെ രോഗം വരെയാണ്.